2021 ഫെബ്രുവരി 5-ന് ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ ഇന്ത്യയുടെ എയ്റോസ്പേസ് വ്യവസായത്തിന്റെ പാത പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു നാഴികക്കല്ലായ കരാർ ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയിലെ മുൻനിര സർക്കാർ ഉടമസ്ഥതയിലുള്ള എയ്റോസ്പേസ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും എഞ്ചിൻ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ആഗോളതലത്തിൽ മുൻപന്തിയിലുള്ള സാഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിനുകളും സൈനിക എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ സഹകരിക്കുന്നതിനുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഈ പങ്കാളിത്തം വെറുമൊരു സാങ്കേതിക സഹകരണം മാത്രമല്ല, പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു ചരിത്ര നാഴികക്കല്ലും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഒരു മൂലക്കല്ലും കൂടിയായിരുന്നു. ഇന്ത്യൻ സർക്കാർ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ മോഡലിന് അംഗീകാരം നൽകിയതോടെ വ്യാവസായിക പങ്കാളിത്തത്തിലൂടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി AMC പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. എക്സിക്യൂഷൻ മോഡൽ സമീപനം സ്വകാര്യ പൊതുമേഖലകൾക്ക് തുല്യ അവസരങ്ങൾ നൽകുന്നു എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇവിടെയാണ് HAL സാഫ്രാൻ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രസക്തമാകുന്നത്. യുദ്ധവിമാന നിർമ്മാണത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്, തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ വിതരണത്തിലെ നിരന്തരമായ കാലതാമസം, 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള അഭിലാഷകരമായ റോഡ് മാപ്പ് എന്നിവയിലെല്ലാം ഈ എഞ്ചിൻ പദ്ധതി ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരാൻ ചരിത്രപരമായി ജനറൽ ഇലക്ട്രിക്, ക്ലിമോവ് പോലെയുള്ള വിദേശ വിതരണക്കാരെ ആശ്രയിച്ചിരുന്ന ഇന്ത്യക്ക് സൈനിക എഞ്ചിൻ സാങ്കേതിക വിദ്യ വളരെ കാലമായി ഒരു തടസ്സമായിരുന്നതിനാൽ ഇതൊരു സുപ്രധാനമായ ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം പ്രതിരോധ സഹകരണത്തിന്റെ ദീർഘകാല ചരിത്രമുള്ള രണ്ട് രാജ്യങ്ങളായ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളർന്നുവരുന്ന വിശ്വാസത്തെയും ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നു. 1980കളിൽ ഇന്ത്യക്ക് മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഫ്രാൻസ് ഒരു വിശ്വസനീയമായ പങ്കാളിയായി മാറിയിരുന്നു. അതിനുശേഷം 2016 ഒപ്പുവെച്ച 7.8 ബില്യൺ യൂറോയുടെ കരാറിന് കീഴിൽ 36 റഫാൽ ജെറ്റുകൾ കൂടിയെത്തിയതോടെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ദൃഢമായി മാറിയിരുന്നു. ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വിപണിയിൽ സാഫ്രാൻ പോലെയുള്ള ഫ്രഞ്ച് കമ്പനികൾക്ക് ഒരു പങ്കുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ സ്വാശ്രയ ലക്ഷ്യങ്ങളോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് HAL സാഫ്രാൻ പങ്കാളിത്തം എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഇന്ത്യ നിർമ്മിക്കുന്ന 5.5 തലമുറ AMC യുദ്ധവിമാനത്തിന് കരുത്ത് പകരുന്നതിനായി 110 കിലോന്യൂട്ടൺ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായി DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റും ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായ സാഫ്രാനും ചേർന്നൊരു സംയുക്ത സംരംഭത്തിൽ പ്രവേശിക്കുന്നു. ദസോ റഫാൽ യുദ്ധവിമാനത്തിനായി തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനായ സ്നെഗ്മ M88 അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുതിയ എഞ്ചിൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ GTRയും സാഫ്രാനും ചേർന്ന് നിർമ്മിക്കുന്ന ഈ എഞ്ചിനെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. നിലവിലുള്ള M88 എഞ്ചിന്റെ വൻതോതിൽ നവീകരിച്ച പതിപ്പായിരിക്കും ഈ പുതിയ എഞ്ചിൻ എന്ന് കരുതപ്പെടുന്നു. AMC MK1ന് GE414 എഞ്ചിൻ നൽകുകയും AMC MK2വിന് കൂടുതൽ ശക്തമായ തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിക്കാനുമാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. സാഫ്രാനുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഈ എഞ്ചിന് ഒരു പുതിയ കോർ സെക്ഷനും പൂർണ്ണമായും പുതിയൊരു ആഫ്റ്റർ ബേണിംഗ് സെക്ഷനും ലഭിക്കുന്നു. ഉയർത്തിക്കാട്ടുന്ന ടൈം ലൈൻ അനുസരിച്ച് 2028 AMC MK2 വിമാനത്തിൽ ഈ എഞ്ചിന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കും. ഈ പരീക്ഷണം വിജയകരമാണെങ്കിൽ എഞ്ചിൻ കോൺഫിഗറേഷൻ 2029 മരവിപ്പിക്കുകയും ആ വർഷം തന്നെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതോടൊപ്പം ഉൽപാദനത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് ഈ എഞ്ചിൻ കർശനമായ പരിശോധനയ്ക്കും സുരക്ഷാ സർട്ടിഫിക്കേഷനും വിധേയമാക്കുകയും ചെയ്യും. ഇനി നമുക്ക് M88 എഞ്ചിന്റെ പൊതുവായ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. 353.8 സെന്റിമീറ്റർ നീളവും 69.6 സെന്റിമീറ്റർ ഡയമീറ്ററുമുള്ള M88 ആഫ്റ്റർ ബേണിംഗ് എഞ്ചിന് 897 കിലോഗ്രാമിന്റെ ഡ്രൈ വെയിറ്റ് ഉണ്ടായിരിക്കും. 3 സ്റ്റേജുകളിൽ ലോ പ്രഷറിലും 6 സ്റ്റേജുകളിൽ ഹൈ പ്രഷറിലും പ്രവർത്തിക്കുന്ന ആക്സിയൽ കംപ്രസറോടൊപ്പം ആനുലാർ കമ്പസ്റ്ററുകളും ഈ എഞ്ചിന്റെ സവിശേഷതകളാണ്. ഇരു സ്റ്റേജുകളിലുമായി ലോ പ്രഷറിലും ഹൈ പ്രഷറിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ എഞ്ചിന്റെ ടർബൈന് 50 കിലോന്യൂട്ടന്റെ ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണിംഗ് സമയം 75 കിലോന്യൂട്ടന്റെ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1986 പ്രതിരോധ മന്ത്രാലയം LCA തേജസ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനായി ഒരു തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്ക് അനുമതി നൽകി. LCA തേജസ് പ്രോട്ടോടൈപ്പുകളിൽ സ്ഥാപിക്കുന്ന GE404 ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ പവർ പ്ലാന്റിന് പകരം വയ്ക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഈ എഞ്ചിൻ വികസിപ്പിക്കേണ്ടത്. ഈ പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിനെ പ്രതിരോധ മന്ത്രാലയം ചുമതലപ്പെടുത്തി. ആദ്യത്തെ പ്രോട്ടോടൈപ്പായ GTX-37 14U ആഫ്റ്റർ ബേണിംഗ് ടർബോജെറ്റ് എഞ്ചിൻ 1987 ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങി. ഇത് ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച ആദ്യത്തെ എഞ്ചിനായി മാറിയിരുന്നു. പിന്നീട് ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിൻ നിർമ്മിക്കാൻ GTRE തീരുമാനിക്കുകയും അതിനെ തുടർന്ന് 3.82 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് 1989 അനുമതി ലഭിച്ചു. അങ്ങനെ GTRE എഞ്ചിൻ വികസിപ്പിക്കുന്ന തുടരുകയും കവേരി എഞ്ചിന്റെ 9 പ്രോട്ടോടൈപ്പുകളും കോർ എഞ്ചിന്റെ 4 പ്രോട്ടോടൈപ്പുകളും വികസിപ്പിക്കുകയും ചെയ്തു. 2010-11 വാർഷിക റിപ്പോർട്ടിൽ കവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ ചെലവ് 18.92 ബില്യൺ രൂപയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്.
കൂടാതെ പ്രഖ്യാപിച്ച 6-ൽ 2 നാഴികക്കല്ലുകൾ മാത്രം നേടിയതോടെ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ GTRE പരാജയപ്പെട്ടിരുന്നു. അതോടൊപ്പം എഞ്ചിൻ അമിതഭാരമുള്ളതിനാൽ എഞ്ചിന്റെ കംപ്രസർ, ടർബോ വാൻ വിഭാഗങ്ങൾ എന്നിവയുടെ വികസനത്തിൽ കാര്യമായ പുരോഗതിയും ഉണ്ടായിരുന്നില്ല. കവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ പരാജയത്തിന് കാരണമായി പറയപ്പെടുന്ന പ്രധാന കാരണങ്ങൾ തീർത്തും യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രോഗ്രാം ലക്ഷ്യങ്ങൾ, നീണ്ടു നിൽക്കുന്ന വികസന സമയം, പ്രതീക്ഷിച്ചതിലും അധികമുള്ള ചെലവ്, പ്രശ്നങ്ങൾ സമ്മതിക്കുന്നതിൽ DRDOയുടെ വ്യക്തതയില്ലായ്മ എന്നിവയാണ്. 3.82 ബില്യൺ രൂപ ചെലവ് വരേണ്ടിരുന്ന ഒരു പ്രോഗ്രാമിന് 18.92 ബില്യൺ രൂപ ചെലവായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ സംയുക്തമായി വികസിപ്പിക്കുന്നതിന് ഫ്രഞ്ച് നിർമ്മാതാക്കളായ സാഫ്രാനുമായി 1 ബില്യൺ യൂറോയുടെ കരാർ ഒപ്പിടുന്ന കാര്യം നമ്മൾ പരിഗണിക്കുന്നു എന്നത് വർഷങ്ങൾ നീണ്ട വികസനത്തിലും വലിയ ബജറ്റിനും ശേഷവും ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നതിന്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ സ്ക്രാം ജെറ്റുകൾ, റാം ജെറ്റുകൾ കൂടാതെ റോക്കറ്റ് എഞ്ചിനുകൾ പോലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് വേദനാജനകം തന്നെയാണ്. 2 M88 എഞ്ചിനുകളാണ് ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനത്തിന് കരുത്ത് പകരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങളിലും ഇതേ എഞ്ചിൻ തന്നെ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു സാമ്യത നൽകുകയും കാര്യക്ഷമമായ പരിപാലനവും ഓവർഹോളും സാധ്യമാക്കുകയും ചെയ്യുന്നു. വേരിയബിൾ സൈക്കിൾ എഞ്ചിനുകൾ, തെർമൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ തുടങ്ങിയ നൂതന എഞ്ചിൻ സാങ്കേതിക വിദ്യകളിലെ സാഫ്രാന്റെ വൈദഗ്ധ്യം ഇന്ത്യയെ 6ാം തലമുറ കഴിവുകളിലേക്ക് കുതിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഉയർന്ന പ്രകടനമുള്ള എഞ്ചിനുകൾക്ക് നിർണായകമായ സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, അഡ്വാൻസ്ഡ് കൂളിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ M88ലെ സാഫ്രാന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ AMCക്ക് മാത്രമല്ല ഭാവിയിലെ ആളില്ലാ യുദ്ധ ആകാശവാഹനങ്ങൾക്കും ഹൈപ്പർസോണിക് പ്ലാറ്റ്ഫോമുകൾക്കും വേണ്ടിയുള്ള എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള അറിവ് ഇന്ത്യക്ക് ലഭിക്കും. എഞ്ചിനുകൾക്കിടയിൽ പൊതുവായൊരു സാമ്യം നൽകുന്നതിനും TDBF പ്രോഗ്രാമിന്റെ മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കുന്നതിനും ഒരേ എഞ്ചിൻ പരിഷ്കരിച്ച് TDBFിലേക്ക് സംയോജിപ്പിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. അതോടൊപ്പം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി വ്യത്യസ്ത സവിശേഷതകളോടെ ഒരേ എഞ്ചിന്റെ ഒന്നിലധികം പതിപ്പുകൾ വികസിപ്പിക്കാനും GTRE പദ്ധതിയിടുന്നു. പരിഷ്കരിച്ച ഈ എഞ്ചിൻ പിന്നീടുള്ള ഘട്ടത്തിൽ തേജസ് MK2 അല്ലെങ്കിൽ MWF എന്നിവയിൽ സംയോജിപ്പിക്കാൻ കഴിയും. കൂടാതെ തേജസ് MK2, TDBF എന്നിവയുടെ ത്രസ്റ്റ് ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഈ എഞ്ചിൻ പരിഷ്കരിക്കാനുമാകും. കവേരി എഞ്ചിന്റെ ഡ്രൈവ് വേരിയന്റിന്റെ വികസനം പരാജയപ്പെടുകയാണെങ്കിൽ ചെലവ് കുറയ്ക്കാനായി ഈ എഞ്ചിൻ തന്നെ ഇന്ത്യയുടെ ഓറ പ്രോഗ്രാമിനും ഉപയോഗിക്കാൻ കഴിയും. സമീപകാല റഷ്യ-ഉക്രൈൻ യുദ്ധവും ഇന്ത്യക്ക് ഫ്ലൈയിംഗ് ടെസ്റ്റ് ബെഡ് ഇല്ലാത്തതും കാരണം കവേരി എഞ്ചിൻ പ്രോഗ്രാം നിലവിൽ ഇഴയുകയാണ്. കവേരി എഞ്ചിൻ പ്രോഗ്രാമിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ഇത് പ്രായോഗികമായി ഒരു വൻ പരാജയമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പവർ ചെയ്യാനും ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ ഈ എഞ്ചിൻ വികസനം നിലവിൽ ഇന്ത്യക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. സാഫ്രാൻ HAL ധാരണാപത്രം പല കാരണങ്ങളാൽ ചരിത്രപരമാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു. ഒന്നാമതായി, സൈനിക എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. സാഫ്രാൻ പോലെയുള്ള ഒരു ആഗോള നേതാവുമായി സഹകരിക്കുന്നതിലൂടെ HAL അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും വൈദഗ്ധ്യത്തിലേക്കും പ്രവേശനം നേടുന്നു. ഇത് കവേരി, ഭാവിയിലെ AMC പവർ പ്ലാന്റുകൾ പോലെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ എഞ്ചിൻ പ്രോഗ്രാമുകളെ ത്വരിതപ്പെടുത്തും. രണ്ടാമതായി, ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിലെ വിശാലമായ മാറ്റത്തെ ഈ പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നു. അതായത് സ്വകാര്യ പങ്കാളികളുടെ പങ്കാളിത്തം, സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, കയറ്റുമതി അധിഷ്ഠിത ഉൽപാദനത്തിനായുള്ള പ്രേരണ എന്നിവയെല്ലാം ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമായി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിക്കുന്നു. ഒടുവിൽ ഈ സഹകരണം ഇന്ത്യയുടെ 6ാം തലമുറ യുദ്ധവിമാന അഭിലാഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും കരുതപ്പെടുന്നു. AMC യുദ്ധവിമാനം ഒരു വിജയമായാൽ ഒരു സ്റ്റെൽത്തി യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ മാറ്റാനും അമേരിക്ക, ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടുന്ന ഒരു എലൈറ്റ് ക്ലബിൽ ചേരാനും ഇന്ത്യക്ക് കഴിയും. സാഫ്രാൻ HAL പങ്കാളിത്തം ഇന്ത്യയുടെ നിർണായകമായ എഞ്ചിൻ വിടവ് പരിഹരിക്കുന്നതിലൂടെ ഈ ദർശനത്തെ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുന്നു.